നെസ്കരോൾ ഉത്സവം ഉത്സവം. ഷെബാൻ, ഓ ആശ്വാസമായി. ഞാൻ പരിചയമുള്ള ഒരാളെ കുറെ നേരമായി അന്വേഷിക്കുകയായിരുന്നു. മറിയമുണ്ട് എൻ്റെ കൂടെ. അവളിപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും അല്പം വിശ്രമസ്ഥലം കാട്ടിത്തരണം. ഒരു രക്ഷയുമില്ല ജോസഫ്. എല്ലാ സത്രങ്ങളും അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരിടത്തും കാൽ കുത്താൻ പോലും സ്ഥലമില്ല. വീടുകളിൽ പോലും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. നീ ഇത് കാണുന്നില്ലേ? ഒരിടത്തും സ്ഥലം കിട്ടാത്തവർ അവസാനം തെരുവിലാണ്. ഞാൻ നോക്കിയിട്ട് ഒരു നിവർത്തിയുമില്ല. അങ്ങനെ പറയരുത് ഷെബാൻ. എവിടെയെങ്കിലും. ജോസഫ്! മറിയം, എന്താണിത്? പതുക്കെ. ഞാൻ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് ഒഴിവില്ല മറിയം. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒട്ടും വയ്യ. എവിടെയെങ്കിലും അല്പം ഇരുന്നില്ലെങ്കിൽ. പതുക്കെ. ഷെബാൻ, ഞാൻ നിസ്സഹായനാണ് ജോസഫ്. എനിക്ക് അല്പം ധൃതിയുണ്ട്. നിങ്ങൾക്കെന്താ വട്ടുണ്ടോ? ഈ അവസ്ഥയിൽ ഇത്രയും ദൂരം, ഈ കൊടും തണുപ്പത്ത് നിങ്ങൾ ഈ കാട്ടുന്നത് ക്രൂരതയാണ്. എവിടെയെങ്കിലും അവർക്കല്പം സ്ഥലം കൊടുക്കുക. അതിന് എവിടെ സ്ഥലം ഉണ്ടായിട്ടാ? ഇത് കണ്ടില്ലേ, ഞങ്ങൾ പോലും പെരുവഴിയില്ല. ഇവർക്ക് ഇത്ര ബോധമില്ലായിരുന്നു. ആരെങ്കിലും ഒന്ന് സഹായിക്കാമോ? എങ്ങനെ സഹായിക്കാൻ? അവിടെ ഒരു കാലിത്തൊഴുത്തുണ്ട്, അങ്ങോട്ടെങ്ങാനും ചെല്ലും. കാലിത്തൊഴുത്തോ? കൊള്ളാം. ദൈവത്തിന്റെ നേരിട്ടുള്ള സന്ദേശം, ഇത് സ്വർഗത്തിന്റെ കയ്യൊപ്പുള്ള സംഗീതം. സത്രമടഞ്ഞ് ഗാത്രം പിടഞ്ഞ് കന്യാമേരി നിന്നപ്പോൾ, നേത്രം നിറഞ്ഞ് യാത്രയ്ക്കൊടുവിൽ യൗസേപ്പ് പിതാവു നിന്നപ്പോൾ, ആ തിരക്കിൽ നീറും കുരുക്കിൽ മനമുഴറി നിന്നപ്പോൾ, ആ തിരക്കിൽ നീറും കുരുക്കിൽ മനമുഴറി നിന്നപ്പോൾ, വിണ്ണിൽ നിന്നും മണ്ണിനൊരു തങ്ക വെളിച്ചം. വാതിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു, വിണ്ണിൽ നിന്നും മണ്ണിനൊരു തങ്ക വെളിച്ചം. സത്രമടഞ്ഞ് ഗാത്രം പിടഞ്ഞ് കന്യാമേരി നിന്നപ്പോൾ, നേത്രം നിറഞ്ഞ് യാത്രയ്ക്കൊടുവിൽ യൗസേപ്പ് പിതാവു നിന്നപ്പോൾ. മിന്നാരമേ, നിന്നെ കാണാനുള്ള യാത്ര, കണ്ണീരിന്റെ ചിറ്റോളങ്ങൾ നീന്തിക്കടന്നുള്ള യാത്ര, ക്ലേശമേറിയിടുമ്പോൾ കാവൽ നിന്നിടുവാൻ, ക്ലേശമേറിയിടുമ്പോൾ കാവൽ നിന്നിടുവാൻ, താരദീപാങ്കുരം ദൈവമേകുന്നല്ലോ. ദൈവത്തിന്റെ നേരിട്ടുള്ള സന്ദേശം, ഇത് സ്വർഗത്തിന്റെ കയ്യൊപ്പുള്ള സംഗീതം. വാതിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കും, സ്വർഗമന്ന പോലെയൊരു പുത്തനുണർവ്. വാതിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കും, സ്വർഗമന്ന പോലെയൊരു പുത്തനുണർവ്. സത്രമടഞ്ഞ് ഗാത്രം പിടഞ്ഞ് കന്യാമേരി നിന്നപ്പോൾ, നേത്രം നിറഞ്ഞ്
യാത്രയ്ക്കൊടുവിൽ യൗസേപ്പ് പിതാവു നിന്നപ്പോൾ സത്രവാതിലെല്ലാം അടയുമ്പോൾ മിത്രഭാവമെല്ലാം മറയുമ്പോൾ താരം പൂക്കും താമര പോലെ താരം പൂക്കും താമര പോലെ ഉൾക്കൂടകം കണ്ടിടുവാൻ ആരാകിലും തുനിയണം ആരാധിക്കാൻ വന്നിടുകി ആർഭാടങ്ങൾ വെടിയണം രാജചെങ്കോലിനും മേലെയല്ലോ ദൈവം രാജചെങ്കോലിനും മേലെയല്ലോ ദൈവം രാഗസംഗീതത്താൽ നാമം വാഴ്ത്തിയിടണം സത്രമടഞ്ഞിടുമ്പോഴും സന്തോഷം പിന്നെ മിത്രമകന്നിടുമ്പോഴും സല്ലാപം വാതിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കും സ്വർഗമന്ന പോലെയൊരു പുത്തനുണർവ് വാതിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കും സ്വർഗമന്ന പോലെയൊരു പുത്തനുണർവ് പത്രമടഞ്ഞ് ഗാത്രം പിടഞ്ഞ് കന്യാമേരി നിന്നപ്പോൾ നേത്രം നിറഞ്ഞ് യാത്രയ്ക്കൊടുവിൽ യൗസേപ്പ് പിതാവു നിന്നപ്പോൾ ആ തിരക്കിൽ നീറും കുരുക്കിൽ മനമുഴറി നിന്നപ്പോൾ ആ തിരക്കിൽ നീറും കുരുക്കിൽ മനമുഴറി നിന്നപ്പോൾ വാതിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു വിണ്ണിൽ നിന്നും മണ്ണിനൊരു തങ്ക വെളിച്ചം വാതിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കും സ്വർഗമന്ന പോലെയൊരു പുത്തനുണർവ് വാതിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു വിണ്ണിൽ നിന്നും മണ്ണിനൊരു തങ്ക വെളിച്ചം വാതിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കും സ്വർഗമന്ന പോലെയൊരു പുത്തനുണർവ് ഉണ്ണിമിശിഹായോട് ഞാൻ ചോദിച്ചു, മരം കൂച്ചുന്ന തണുപ്പത്ത് നീ എന്തിനാണ് പിറന്നത്? അവൻ എന്നെ നോക്കി പറഞ്ഞു, നിന്റെ മനസ്സ് തണുത്ത് മരച്ചു പോകുമ്പോഴും നിനക്കൊരു ദൈവമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ. ഞാൻ ചോദിച്ചു, അപ്പോൾ പാതിരാത്രിയിൽ പിറന്നതോ? ഉണ്ണി എന്നോട് പറഞ്ഞു, നിന്റെ പാപത്തിന്റെ പാതിരാത്രിയിൽ നിന്നെ ഒറ്റയ്ക്കാക്കാതിരിക്കാൻ. അപ്പോൾ മൃഗങ്ങൾക്കിടയിൽ പിറന്നതോ? ഉണ്ണി എന്നോട് പറഞ്ഞു, നിന്റെ മൃഗസ്വഭാവങ്ങളെ മഹത്വവൽക്കരിക്കുവാൻ. അവന്റെ വാക്കുകൾക്ക് മഞ്ഞിനേക്കാൾ തണുവുണ്ടായിരുന്നു. ഗുഡ്നസ് കരോളുത്സവം ഉത്സവം